ഹായ് ഗൈസ്, അപ്പം ഞാനിന്ന് വില്ലേജിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളെ വഴീൻ്റെ പ്രശ്നം കൊണ്ടേ വഴിയില്ലാത്തതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വില്ലേജിലേക്ക് പോവാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടുത്തെ പാടങ്ങളൊക്കെ നിറഞ്ഞിട്ട് വെള്ളം കൊണ്ട് മഴയൊക്കെ അല്ലേ. അങ്ങനെ വില്ലേജിൻ്റെ അവിടെ എത്തിയിട്ട് ഗൈസ്. അപ്പോൾ പുതിയ വില്ലേജാണ് ഞങ്ങളവിടെ. ബോർഡൊന്നും അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആരും മനസ്സിലാവില്ല വില്ലേജാണോ വീടാണോ ഒന്നും. അപ്പോൾ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ആയിട്ടാണ് പോണത്. ഇതിൻ്റെ ഉപ്പയാണ് കേട്ടോ പോണത്. അങ്ങനെ വില്ലേജിലേക്കൊക്കെ പോയി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. ഞങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. പോയിട്ട് വേണം വീട്ടിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ. ഇത് ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ ഒരു വലിയ വീട് കിട്ടുന്നതാണ് കേട്ടോ ഗൈസ്. 7500 സ്ക്വയർ ഫീറ്റാണ്. എന്താല്ലേ വീടിൻ്റെ ഒരു വലുപ്പം. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടിയും വാങ്ങിയിട്ട് പോവാണ് ഗൈസ്. ഇതാണിത്, ഡെക്കറേഷനൊക്കെ ചെയ്തു. അപ്പോൾ ആൾക്കാരൊക്കെ വരാനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു. കുട്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ മൂത്ത മോൻ്റെ അങ്കലവാടിയത്തെ കുട്ടികളാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ മറ്റാളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കളിക്കുകയാണ്. ചെറുതിനെയാണ്, ബർത്ത്ഡേ ബോയിനെയാണ് അടുത്തിങ്ങാണ്ട് അടുക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, എന്താ കൊണ്ടുവന്നിക്കണമെന്നൊക്കെ ഉള്ള ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് വാരിയിട്ടിട്ടൊക്കെ ഭയങ്കര ഇതിലാണ്. അപ്പോൾ ഉച്ചക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം അതിൻ്റെ ഒരു ഉറക്കപ്പീരാന്തുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അങ്കലവാടിക്ക് പിന്നെ പ്ലേ സ്കൂൾക്കൊക്കെ പോയ പോലെയാണ്. ഇതാണ് ബർത്ത്ഡേ ബോയിൻ്റെ ബാപ്പ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ഇട്ടാ. ഇതാണ് കേക്ക്. പിന്നെ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഒക്കെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളിലാണ് ഒക്കെ സെറ്റാക്കി വെക്കണം, കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മൂത്ത മോനും ചെറിയ മോനും കൂടി ഒന്നിച്ചാണ് മുറിക്കണത്. ഓനിക്കാണെങ്കിൽ കേക്ക് മുറിക്കണം ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മൂത്ത മോനിക്ക്. പിന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും വായക്കൊക്കെ കൊടുക്കണതിൻ്റെ ഉപ്പയാണ് കേക്കൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അനിയത്തിമാർ കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും വിളിക്കുന്നുണ്ട്, വാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് എനിക്ക് കേക്ക് മുറിച്ച് തരുമെന്നറിയണം. അത്ര വലുതായിട്ടല്ലെങ്കിലും ഒരു നോർമലായിട്ട് കഴിച്ചതാണ്, ചെറുതായിട്ടൊരു ഇതിൽ കഴിച്ചതാണ്. ഇതൊക്കെ എൻ്റെ മോൻ്റെ അങ്കലവാടിയത്തെ കുട്ടികളെ അമ്മമാരാണ്. പിന്നെ ആ ബ്ലൂ കളർ ഉള്ള ഡ്രസ്സ് ഇട്ടത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസിയാണ്. ഇത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസിയാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ അവരെ മക്കളാട്ട വന്നതൊക്കെ. എല്ലാവരും കേക്ക് മുറിച്ച് മറ്റാൾക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, എനിക്കും കേക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് വണ്ടിയിലൊക്കെ ഇരുത്തി സർപ്രൈസ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാത്ത് നിൽക്കട്ടെ, എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവളെ കാത്ത് നിൽക്കണം. അതാ വരുന്നു കേസ്. അവർക്ക് വഴി അറിയില്ല പറഞ്ഞിട്ട് ഞാൻ വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ മോനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസ് ഇട്ടാ. ഇത്ര ഐറ്റംസാണ് എൻ്റെ മോനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ എല്ലാവരോടും ഓൾ താങ്ക്സ്. അപ്പോൾ ഇനിയും ഇതുപോലെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.